പിന്നെ ഇനി സുമ്മ ബഅദഹു ഇൻ അത്താബിഹി അതിന്റെ ശേഷം അതിന്റെ ശേഷം എന്നിട്ട് എന്താണ് സുമ്മത്തഅബുദു എന്നാണല്ലോ മത്തനിലുള്ളത്. അപ്പൊ അതിന് പറയാം ഇൻ അത്താബിഹി യുസന്നു. അപ്പൊ സുമ്മ എന്ന് പറഞ്ഞാൽ സുന്നത്താണെന്നാ. ഇൻ അത്താബിഹി അത് ചെയ്താൽ ദുആഉൽ ഇഫ്തിതാഹ് നിർവഹിച്ചാൽ യുസന്നു അതിന്റെ ശേഷാകൽ സുന്നത്ത. അപ്പൊ അതിന്റെ ശേഷാകുക എന്ന് പറഞ്ഞത് ഇതൊന്നുമല്ല. അത് ചെയ്താൽ അതിന്റെ ശേഷമാകണം, അതിന് മുമ്പാകാൻ പറ്റൂല. ദുആഉൽ ഇഫ്തിതാഹിന്റെ മുമ്പല്ല തഅബുദ് എന്നർത്ഥം. അപ്പൊ സുമ്മ, അപ്പോ മത്തനിൽ പറഞ്ഞ സുമ്മ എന്തിനാണ്? നദ്ബി തർത്തീബിഹി, തഅബുദിനെ തർത്തീബാക്കണം. എപ്പോ ഇൻ അറാദഹുമാ അത് രണ്ടിനെയും ഉദ്ദേശിച്ചാൽ തർത്തീബാക്കണം, തഅബുദ് ശേഷാകണം. ലാലി നഫി സുന്നിയത്തി തഅബുദി, തഅബുദ് സുന്നത്തില്ല എന്ന് പറയാനല്ല. ലൗ അറാദൽ ഇഖ്തിസാറ അലൈഹി, തഅബുദ് മാത്രം എന്ത് ചെയ്യുക ഉദ്ദേശിച്ചാല് അവിടെ അത് സുന്നത്തില്ല എന്ന് പറയാനല്ല. ഒദുവിന്റെ തുടക്കത്തിൽ നമ്മൾ ചില കാര്യം അങ്ങനെ പറഞ്ഞല്ലോ അല്ലെ. പിന്നെ അപ്പോ ഇതിന്റെ ശേഷം തഅബുദ് വരണം എന്നതിനർത്ഥമില്ല. അത് ഓതുകയാണെ അതിന്റെ ശേഷമാണ്, അത്രയേ ഉള്ളൂ. ഓതാലിക്ക. അപ്പൊ അത് ഓതാതെ അഴുതോതാ. അധികം ആൾക്കാർ ഈ വജ്ജഹത്തും അഴുതൊന്നും ഓതൂല. അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഓരോ വയന്ന ഓതൽ ഓതിയിട്ട് അങ്ങ് പോകല. എന്താണ് ഈ നിസ്കാരത്തിന്റെ കഥയൊക്കെ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുഹഫ പിന്നെ ഇഹ്യയിൽ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അള്ളാഹുവിനോടുള്ള അള്ളാന്റെ അടുക്കലുള്ള സ്ഥാനം അറിയണമെങ്കിൽ, ഓരോരുത്തർക്കും അവരവർക്ക് അള്ളാന്റെ അടുക്കൽ എത്ര സ്ഥാനം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അവരവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ നിസ്കാരത്തിന്റെ അവസ്ഥ ആലോചിച്ച് ഇതെല്ലാം സുന്നത്തുണ്ട് ബോധ്യമുള്ളവനല്ലേ ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കുക എന്നുള്ളത് വരുള്ളൂ. അല്ല എന്റെ നിസ്കാരം തന്നെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണെന്ന് വെച്ചാലോ? ചിലരൊക്കെ ഉണ്ടാവും ഫാത്തിഹ ഒക്കെ വന്നു വലിയ ഖിറാഅത്ത് ഒക്കെ പറഞ്ഞിട്ട് കാര്യം അങ്ങനെ ഇമാമെന്നൊക്കെ പറഞ്ഞിട്ടേ വലിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അങ്ങനെ ഒറ്റ കൂട്ടിയോതലങ്ങ് ഓതും. എന്ന പോലെ പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ കൊണ്ട് നിർത്തും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്താണ്ടിരിക്കലും നല്ലതാന്നല്ലേ. എന്നാലോ അതിന്റെ അപ്പുറത്ത് നിർത്തലും നല്ലതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അവിടെ നിർത്തൽ ഓരോ റൂസുലായത്തിൽ നിർത്തണൽ സുന്നത്താണല്ലോ, അതിന് ശേഷം വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാണ്ട് ഒറ്റ ഓതല. പിന്നെ ഈ തഅബുദ് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞൊരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ, അതുപോലെ ഇഫ്തിതാഹ് കഴിഞ്ഞിട്ടൊരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ, തഅബുദ് കഴിഞ്ഞിട്ടൊരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ, ഫാത്തിഹ തീർന്നിട്ടൊരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ, ആമീൻ പറഞ്ഞിട്ടൊരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ, പിന്നെ സൂറത്ത് കഴിഞ്ഞിട്ട് അത്രയും ഖദർ, ഇങ്ങനെ നിർത്തി സാവധാനം ഓതണം എന്നൊക്കെ ആണ് ഉള്ളത്. എന്താ ചെയ്യാം? അപ്പൊ സുമ്മ തഅബുദു ഫസുമ്മ ഇതിനാന്ന് പറഞ്ഞു. വദാലിക ഈ തഅബുദ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല ആയത്തിൽ മഹ്മൂലി ഫീഹാ ഇന്ദ അക്സരിൽ ഉലമായിൽ അംറു അലൻ നദ്ബി. അണ്ട് ആയത്തിന് വേണ്ടി ആയത്തിൽ എന്താ ഉള്ളത്? ആയത്തില് അമ്ര അക്സറുൽ ഉലമാന്റെ അടുക്കലും സുന്നത്തിന്റെ മേലാണ് ഹംലി ചെയ്യപ്പെട്ടത്. ഏത് ഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ് എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. അപ്പൊ ഇസ്തഇദ് എന്ന് പറഞ്ഞ പിന്നെ ആ ഇസ്തഇദ് എന്ന് പറഞ്ഞ അമ്ര അത് എന്തിന്റെ മേൽ ഹംലി ചെയ്തു? നദ്ബിന്റെ മേൽ ഹംലി ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? അഴുതോദനം എന്ന് വന്നു. പിന്നെ വഖറഅത അല അറത്ത ഖിറാഅതഹു അമ്ര ഹംലി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നദ്ബിന്റെ മേൽ. ഖറഅത എന്നത് ഹംലി ചെയ്യപ്പെട്ടു. അപ്പൊ അൽ മഹ്മൂലി ഫീ ആയത്തില് ഹംലി ചെയ്യപ്പെട്ടിട്ടുണ്ട്, അമ്ര ഹംലി ചെയ്യപ്പെട്ടു. ആ അമ്രിന്റെ മേൽ അത്ഫാണ്. ഖറഅത എന്ന് പറഞ്ഞ പദം ഹംലി ചെയ്യപ്പെട്ടു. എന്തിന്റെ മേല്?
അല അറത്ത ഖിറാഅത്തഹു. അപ്പൊ അത് അതിന്റെ മാന അതിന്റെ മാന എന്ത് ചെയ്തു? ഇങ്ങനെ അപ്പൊ അങ്ങനെ അറത്ത ഖിറാഅത്ത് എന്തിനാ പറഞ്ഞത്? അത് ഈ ആയത്തിന്റെ തഫ്സീറിൽ വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ് എന്ന് പറഞ്ഞതിന് ചില ഇമാമിങ്ങൾ പറഞ്ഞു ഖുർആൻ ഓതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അഴുത് ഓതണം എന്നാ. അതിനെ ഓതി കഴിഞ്ഞിട്ട് അഴുത് ഓതുന്ന ശൈത്താന്റെ തൊട്ട് കാവലി ചോദിക്കുന്നത്. അത് എന്താണ്? ഓതിക്കഴിഞ്ഞാൽ ഇതൊരു സാലിഹായ അമല് ചെയ്തതല്ലേ. അപ്പൊ അത് പൊളിക്കാനുള്ള പണിയെടുക്കും ശൈത്താന്. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ കാത്തു നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശൈത്താന്മാർ കാത്തു നിൽക്കും, എന്നിട്ട് വേണ്ടാത്തതിനൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പം നന്നായി എന്താണ് നിസ്കരിച്ചൊക്കെ എന്റെ പാപമൊക്കെ പുറത്തിറങ്ങല്ലേ, ഒതുവൊക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് പാപമൊക്കെ പുറത്ത് നിസ്കരിച്ച് പാപമൊക്കെ പുറത്തേക്ക് ഇറങ്ങല്ലേ, ഞാൻ പറഞ്ഞ കൊണ്ട് മനസ്സിൽ ചെയ്യിപ്പിക്കണമല്ലോ. അപ്പൊ എല്ലാ പള്ളീന്റെ വാതിലും നിറച്ച് ശൈത്താന്മാരുണ്ടാവുന്ന. അപ്പൊ എന്താണ് അഊദുബിക്കമിൻ ശർരി ശൈത്താനി വ ജുനൂദിഹി എന്ന് ദിക്റ് ചെല്ലണം എന്നൊക്കെ ഉണ്ടല്ലോ അവിടെ. എനിക്ക് പണ്ടൊരു ഇഷ്കാലുണ്ടായിരുന്നു. അതായത് ഈ കുറെ സിയാറത്ത് നടക്കുന്ന ആൾക്കാർക്കാണ് ശൈത്താൻ കൂടുക. അതെന്താ അങ്ങനെയെന്ന്? ഏർവാടി വരവ്, മുത്തുപ്പേട്ട വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പല പരിപാടിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചികിത്സ മറ്റേ മറിച്ച്. അധികം ശൈത്താനാ. അപ്പൊ എനിക്കൊരു ഇഷ്കാലുണ്ടായിരുന്നു. ഞാനെന്ത് ചെയ്ത്, അപ്പൊ ഇഷ്കാലുമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അജ്മീറിൽ സിയാറത്തിന് പോയിട്ട് അവിടെ അങ്ങനെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ മറുപടി കിട്ടി. അതെന്ന് പറഞ്ഞാല് എന്താണ്, അത് ഇവരൊക്കെ രാജാക്കന്മാരല്ലേ. രാജാക്കന്മാരുടെ അടുത്ത് ഇപ്പൊ നല്ല ആൾക്കാർ മാത്രമല്ലല്ലോ ഉണ്ടാകുക. അവിടെ രാജാവാകുമ്പോ ഇപ്പൊ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയിലുള്ളവരെല്ലാവരും അവിടുത്തെ എന്താണ് മതത് കൈപ്പറ്റുന്നവരല്ലേ. അപ്പോഴല്ലേ അവിടെ രാജാവാകുക. അല്ല മുസ്ലിങ്ങളെ കാര്യം മാത്രം, തക്കവുള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ രാജാവ് പോവുക? അതല്ലല്ലോ. രാജാവാകുമ്പോ എല്ലാവർക്കും എന്താണ് അവരുടെ ആദ്യം മതത് കിട്ടണം. അത് മുസ്ലിം ആയാലും കാഫിറായാലും ഫാസിഖായാലും മുത്തഖിയായാലും എല്ലാവർക്കും കിട്ടണം. അങ്ങനെയാണ്. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഒരുപാട് ശൈത്താന്മാർ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ശരിയായ ബന്ധം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായി പോകും? ശൈത്താൻ അടിച്ചോണ്ട് പോകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിയയിൽ പറയുന്നുണ്ട് എന്ത്, ചിലരെല്ലാം മക്കത്തെല്ലാം പോയി നടന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ വരും ജാറുല്ലാഹി എന്ന് പറഞ്ഞിട്ട്. ജമഖ്ശരിയെ കിനായത്താക്കിയാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോ അയാളെ കിനായത്താക്കിയായിരിക്കും. അവിടെ ആയിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അറാളി മുഖദ്ദസത്ത് അവിടെ ആയിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ട ജാറുല്ല എന്ന് പറഞ്ഞു വരും എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ എന്ത് ഇങ്ങനെ ഇതിന് ശേഷം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ അതല്ല ഇവിടുത്തെ തെവീൽ ഇതാ അറത്ത ഖിറാഅത്തഹൂന, ഖിറാഅത്ത് ഉദ്ദേശിച്ചാൽ അപ്പോ ഇസ്തിആദത്ത് ചെയ്യണം, അത് സുന്നത്താണ്. ഫഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫസ്തഈദ് എന്ന് പറഞ്ഞാല് ഫഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് അതിന്റെ അർത്ഥം. വമിൻ സമ്മ, അപ്പോ അതെല്ലാം എന്താണ് അക്സറുൽ ഉലമാഇന്റെ മേലുള്ള ഈ ആയത്തിന്റെ തഫ്സീറാണ്. അപ്പൊ വമിൻ സമ്മ എന്ന് പറഞ്ഞാൽ അക്സറുൽ ഉലമാഇന്റെ അടുക്കലുമുള്ള തഫ്സീർ ഇതായതുകൊണ്ട് കാന ഹാദാ ഹുവ അഫ്ളല സിയഗിഹി, തഅവൂദിന്റെ അഫ്ളലായ സീഗ ഇതാണ് എന്നാ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ചിലരൊക്കെ ബാലന്മാരൊക്കെ നീട്ടി പറയുമ്പോൾ ഒരു സീഗ ചെല്ലുമല്ലോ, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം, അതാണ് അഫ്ളൽ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. ഒരിക്കൽ അതാ അഫ്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് കാരണം ഈ ആയത്ത് മാത്രമല്ല, വേറൊരു ആയത്തുണ്ടല്ലോ കാവൽ ചോദിക്കണം എന്ന് പറഞ്ഞ ആയത്ത്. വഇമ്മ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു സമീഉൻ അലീം. അവിടെ ഇന്നഹു സമീഉൻ അലീം എന്നുണ്ട്. അപ്പൊ അഊദു ബില്ലാഹി സമീഉൽ അലീം എന്ന ആ ആയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അള്ളാഹ് അങ്ങനെ സിഫത്ത് പറഞ്ഞുകൊണ്ട് മിനശ് ശൈത്താനിർ റജീം അത് പിന്നെ ഫസ്തഈദ് ബില്ലാഹി ഈ ആയത്തിൽ മിനശ് ശൈത്താനിർ റജീം എന്നല്ലേ, അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞവരുണ്ട്. എന്നാ അതല്ലാന്നായി പറഞ്ഞ. പിന്നെ അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ക്ലാസ് പോലെ ആയാലും കുറെ നേരം പോവും, ക്ലാസ് നീങ്ങൂല. പിന്നെ അപ്പോ വബാഹിസു അദ്മി നദ്ബിഹി ലിമൻ യതി ബിദിക്രിൻ ബദലൽ ഫാത്തിഹത്തി, എന്നാല് ഫാത്തിഹന്റെ പകരം ദിക്റ് ചെല്ലുന്ന ആളിപ്പോ അഊദ് ഓതണോ വേണ്ടേ എന്ന്. അല്ല അതിന് മുമ്പ് കുറച്ച് ബാക്കിയുണ്ടല്ലോ. മിൻ സമ്മക്കാന അഫ്ളൽ അവസയത്തി ഫിൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിന്റെ ബാബിൽ വരുന്നുണ്ട്. അന്ന തക്ബീറഹു, ഈദിന്റെ തക്ബീർ ഏതിന് ശേഷ ബഅദൽ ഇഫ്തിതാഹി, ഇഫ്തിതാഹിന്റെ ദുആഇന്റെ ശേഷം
കബല താഴ്ബുദ്, ഈ താഴ്ബുദിന്റെ മുമ്പാണെന്ന് ശേഷം വരുന്നുണ്ട് എന്ന്. അതായത് ഇവിടെ സുമ്മ അത്താഴ്ബുദ് എന്ന് പറഞ്ഞപ്പോ ദുആഉൽ ഇഫ്തിതാഹിന്റെ ശേഷം നേരെ അഴുതോദനം എന്നല്ലേ വന്നത്. പെരുന്നാൾ നിസ്കരിക്കുമ്പോ അങ്ങനെ അല്ലല്ലോ എന്നൊരു ഇത്തറാൾ ആരോ പറയുന്നുണ്ട്. അപ്പൊ അതിന് പറഞ്ഞതാണ്. അല്ല അതവിടെ പറയാതെ അവിടെ പറഞ്ഞാൽ മതിയല്ലോ, ഇവിടെ പറയണ്ടല്ലോ എന്ന്. പിന്നെ ബഹസു അദ്മിൻ അദ്ബിഹി, പിന്നെ ഇത് താഴ്ബുദ് സുന്നത്തില്ല. ലിമയ്യത്തി ബിദിക്രിൻ, ദിക്ർ കൊണ്ടുവരുന്നവൻ, ബദലൽ ഫാത്തിഹ, ഫാത്തിഹ ഓതാൻ അറിയില്ല, അപ്പൊ പിന്നെ അതിന്റെ അക്ഷരം കണക്കാക്കിയിട്ട് 7 ഇനം ദിക്ർ ഇല്ലാണെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അല്ലെ ഒരു ദിക്ർ ആവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ മസല. അവിടെ താഴ്ബുദ് സുന്നത്തില്ല എന്ന് പറഞ്ഞ ബഹ്സാകുന്നത് മർദൂദുൻ, അത് മർദൂദാണ്. അവിടെ അഴുതോദണം. ബി അന്നൽ ഔജഹ ഖിലാഫുഹു, എന്തുകൊണ്ട് അതിന്റെ ഖിലാഫാണ് ഔജഹ്, അത് മന്ദൂബാണ്. കാരണം എന്താ, അങ്ങനെ റദ്ദ് ചെയ്യും. അത് ഔജഹ് ഖിലാഫ് ആകാൻ കാരണം എന്താ, അന്നലിൻ നായിബി ഹുക്കുമൽ മനൂബി അൻഹു, പകരക്കാരന് ആരെ തൊട്ടാണോ പകരം വരുന്നത് അതിന്റെ ഹുക്കുമുണ്ട്. അപ്പൊ ഫാത്തിഹ ദിക്റിന് എന്തിന്റെ ഹുക്കുമുണ്ട്, ഫാത്തിഹന്റെ ഹുക്കുമുണ്ട്. ഫാത്തിഹന്റെ ഹുക്കുമാണ് അഴുതോതുക എന്നുള്ളത്, അല്ലെ. അപ്പൊ അത് ഇതിനുമുണ്ട്. ഇനി വയഫൂത്തു ബിശ്ശുറൂഇ ഫിൽ ഖിറാഅത്തി വലൗ സഹ്വൻ, പിന്നെ അത് മറന്നിട്ടാണെങ്കിലും വയഫൂത്തു, ഇത് തഅവ്വുദ് ഫൗത്താകും. ബിശ്ശുറൂഇ ഫിൽ ഖിറാഅത്തി, ഖിറാഅത്തിൽ തുടങ്ങൽ കൊണ്ട് അത് ഫൗത്താകും. പിന്നെ വലൗ സഹ്വൻ, ഖിറാഅത്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി എന്നർത്ഥം. അത് തുടങ്ങുന്നത് പതുക്കെയാണെങ്കിലും അല്ല മറന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇത് ഫൗത്താകും. വൈനി വൈസിറുഹുമാ നദ്ബൻ, അല്ലെ. ഈ തഅവ്വുദും എന്ന പോലെ ഇഫ്തിതാഹും രണ്ടും എന്താക്കണം, പതുക്കെ ആക്കണം എന്ന. യുസിറുഹുമാ നദ്ബൻ ഹത്താ ഫി ജഹരിയത്തിൻ, ജഹരിയായ നിസ്കാരത്തിലും പതുക്കെ ആക്കണം. ഏതുപോലെ കസായിരിൽ അദ്കാരി, മറ്റു ദിക്റുകളെ പോലെ, മറ്റു ദിക്റെല്ലാം പതുക്കെ ആക്കണം എന്ന പോലെ ഇതും പതുക്കെ ആക്കണം, ഉറക്കെ ചെല്ലരുത്. ഖളിയത്തു കലാമിഹിം, പിന്നെ അയിമത്തിന്റെ സഹാബിന്റെ കലാമിന്റെ ഖളിയ അന്നഹു ഖാരിജഹ, ഇവൻ ഖാരിജഹ നിസ്കാരത്തിന്റെ പുറത്ത് യജ്ഹറു ബിഹി, ഈ തഅവ്വുദിനെ ഉറക്കെ ആക്കണം എന്നാണ്. ലിൽ ഫാത്തിഹത്തി, തഅവ്വുദ് ഫാത്തിഹക്ക് വേണ്ടിയും ഗൈരിഹ, ഫാത്തിഹ അല്ലാത്തതിനു വേണ്ടിയും. ഫാത്തിഹക്ക് മാത്രമല്ലല്ലോ അഴുതോദാൻ പറഞ്ഞപ്പോ ഇതാ ഫൈദാ ഖറഅത്തുൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ്. അപ്പോ പിന്നെ ഖുർആനെപ്പോ ഓതിയാലേ അഴുതോട് കൂടിയാണ് ഓതേണ്ടത്. അപ്പൊ അത് ഉറക്കം ഓതണം എന്നാണ് ഇവരുടെ കലാമിന്റെ ഖളിയ എന്ന് പറഞ്ഞാൽ. നിസ്കാരത്തിലെ മറ്റ് ദിക്റുകളെ പോലെ ഇത് പതുക്കാക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ നിസ്കാരം അല്ലാത്തതിലോ ഉറക്കോദനം എന്നാവും. വലൈഹി അയിമ്മത്തുൽ ഖുറായി, ഖുറായിന്റെ അയിമ്മത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഉറക്കോദനം എന്നാവുന്നത്. വമഹല്ലുഹു കമാ ബുഹിസ ഇൻകാന സമ്മ മയ്യസ്മഉഹു, ആ ഉറക്കോദനം എന്ന് പറഞ്ഞതിന്റെ മഹല്ല് അവിടെ ഉണ്ടെങ്കിലാണ് ആര്, മയ്യസ്മഉഹു, ഇതിനെ കേൾക്കുന്ന ഒരാള്. ഇവന്റെ ഹലറത്തിലുണ്ടെങ്കിൽ, ഓതുന്നവന്റെ അടുത്തുണ്ടെങ്കിലാണ് മയ്യസ്മഉഹു, എന്താണ് അഊദിനെ കേൾക്കുന്ന ഒരാള്. അതിനെ കേൾക്കുന്ന ഒരാളുണ്ടാവുമ്പോ അത് ഉറക്കാക്കുന്ന എന്തിനാ, മഹല്ലുഹു എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നില്ല. ഈ യൂൻസിത്ത, അവൻ മിണ്ടാതിരിക്കാന്. അഴുതോതി തുടങ്ങുമ്പോ മിണ്ടാതിരിക്കുമല്ലോ, അഴുതോതുമ്പോ മിണ്ടാതെ ഇരുന്ന് ശ്രദ്ധിക്കും. അപ്പൊ ശ്രദ്ധിച്ചാൽ എന്താവും, ആ ഇൻസാത്ത് എന്തിനാ, ലിയല്ലാ യഫൂത്തഹു മിനൽ മഖ്റൂഇ ശൈഉൻ. അപ്പൊ അതിന്റെ ശേഷം ഓതുന്ന എന്താണ് ഖിറാഅത്ത്, അതിന്റെ ശേഷം ആയത്തല്ലേ ഓതുക, ഖുർആനല്ലേ ഓതുക, അതിൽ നിന്നൊന്നും നഷ്ടപ്പെടാതിരിക്കും. അതെന്നെ മിണ്ടാതിരുന്നാൽ ഒന്നും നഷ്ടപ്പെടൂല. അല്ല ഖിറാഅത്ത് തുടങ്ങിയതിന് ശേഷമാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പിന്നെ കുറച്ച് നഷ്ടപ്പെടുമല്ലോ. ഇത് വരാതിരിക്കാൻ ആദ്യം തന്നെ ഉറക്കോദനം എന്ന് പറഞ്ഞു. അവിടെയാണ് അതിന്റെ മഹല്ലേന്ന് കയ്യില. വബിഹാദാ യുഫ്റഖു ബൈനഹു വബൈന ദാഖിലിഹ. അപ്പൊ ഇപ്പറഞ്ഞത് കൊണ്ട് എങ്ങനെ ഫർക്കാക്കാം, ഇവൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് പുറത്തുള്ള ആള്, അല്ലെ. ബൈന ദാഖിലിഹ, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ആളുടെയും ഇടയില് ഫർക്കാക്കാം. പിന്നെ അപ്പോ യുറദ്ദു, അങ്ങനെ ഫർക്കാക്കാമെന്ന് ഖീല, അതിന് യരിദു അലൈഹി അൽ ഇമാമു ഫിൽ ജഹരിയത്തി, അങ്ങനെ ഫർക്കാക്കാമെന്ന് ഖീല പറഞ്ഞു. ആ ഖീലന്റെ മേലെ ഇത്റാലായി വരും എന്ത്, ഇമാം ഫിൽ ജഹരിയത്തി, ജഹരിയായ നിസ്കാരത്തിലെ ഇമാം.
കാരണം എന്താ, ജഹരിയായ നിസ്കാരത്തിലെ ഇമാം പതുക്കാക്കണം എന്നല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഫഇന്നഹു യുസിറു ബിഹി, കാരണം അവനെന്താക്കും, പതുക്കെയാക്കും. ബിഹി തഅവ്വുദ് കൊണ്ട്. മഅ അന്നൽ മഅ്മൂമീന മഅ്മൂറൂന ബിൽ ഇൻസാത്തി ലഹു, എന്തോടുകൂടെ മഅ്മൂമീങ്ങൾ കൽപ്പിക്കപ്പെട്ടവരാണ്, ശ്രദ്ധിച്ചു കേൾക്കണം എന്നതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. ലഹു, ആ ഇമാമിനെ. അപ്പൊ ഇമാമിനെ കേൾക്കണം എന്നെന്ത് അവിടെ കൽപ്പന ഉണ്ടായിട്ടും എന്തായി, ആ പതുക്കാക്കണം. അപ്പൊ ഇത് ഫർക്ക് പറ്റൂലല്ലോ. ഫല്ലൗല, അപ്പൊ അതിന് നല്ലത് അത്തഅലീലു ബിൽ ഇത്തിബാഇ, നിസ്കാരത്തിന് പുറത്തെ ഉറക്കം ഓതണം എന്ന്, നിസ്കാരത്തിൽ പതുക്കെ ഓതണം എന്നും പറയാൻ കാരണം എന്താണ്, ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. അപ്പൊ അത് മഅലൂലല്ല എന്നർത്ഥം, ഇല്ലത്ത് തിരിയുന്നതല്ല. ഇത്തിബാ എന്ന് നേരത്തെ ഒരു ഇല്ലത്താണല്ലോ പറഞ്ഞത്. അപ്പൊ ഇല്ലത്ത് തിരിയുന്നില്ല, ആ ഇല്ലത്ത് ശരിയാകുന്നില്ല. അപ്പൊ തഅബ്ബുദിയാണ് എന്നർത്ഥം. വല്ലൗജഹു അന്നഹു ഖാരിജഹ സുന്നത്തു ഐനിൻ. ഇനി നിസ്കാരത്തിന് പുറത്താവുമ്പോൾ ഇത് സുന്നത്ത് ഐനാണോ സുന്നത്ത് കിഫായ ആണോ? നിസ്കാരത്തിന്റെ പുറത്ത് തഅവ്വുദ് സുന്നത്ത് ഐന. അപ്പൊ ഓതുന്ന ഓരോരുത്തരും അഅ്വുദ് ഓതണം. വയുഫറഖു ബൈനഹ വബൈന തസ്മിയത്തി ലിൽ ആക്കിലീൻ, ഭക്ഷണം കഴിക്കുന്നവർക്ക് ബിസ്മി ചെല്ലുന്നതിന്റെയും ഈ സുന്നത്തിന്റെയും, ബൈനഹ എന്ന് പറഞ്ഞത് സുന്നത്ത് ഐൻ, ഇതിന്റെയും ഇടയിൽ ഫർക്കാക്കും. എന്തുകൊണ്ട്? ബി അന്നൽ ഖസ്ദ സമ്മ ഹിഫ്ദുൽ മത്ഊമി, അതായത് കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ബിസ്മി അല്ലേ മതി. പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാൻ വിളമ്പി വെച്ചിട്ട് എന്താണ്, ഒരാൾ ഉറക്ക ബിസ്മിയല്ലോ എന്നിട്ടേ കഴിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ എന്താണ്, എല്ലാവർക്കും ആ ബിസ്മിന്റെ ഊലിട്ടി. അപ്പൊ അവിടെ എന്താവും, സമ്മ ബി അന്നൽ ഖസ്ദ സമ്മ, ഭക്ഷണം കഴിക്കുന്നിടത്ത് ഹിഫ്ദുൽ മത്ഊമി മിന ശൈത്താനി, ഭക്ഷണത്തിനെ തൊട്ട് ശൈത്താനെ ശൈത്താനെ സൂക്ഷിക്കലാണ്. അവന്റെ ഭക്ഷണം ശൈത്താനെ തൊട്ട് സൂക്ഷിക്കലാണ്. അല്ലെ ശൈത്താൻ കൂടെ തിന്നും എന്ന് അറിഞ്ഞില്ലേ, അപ്പൊ രോഗം ഉണ്ടാവും, ഉപദ്രവം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് വരാതിരിക്കാനാണ്. അതിനൊരാളില്ലേ മതി. ഓ ഹാസിലും ബി തസ്മിയത്തിൽ വാഹിദത്തി, അത് ആ ഹിഫ്ല് ഒരാളുടെ ബിസ്മി കൊണ്ട് ഹാസിലാകുമ്പോ ഹുന, ഇവിടെ ഖുർആൻ ഓതുന്നിടത്തോ ഹിഫ്ലുൽ ഖാരിഇന്റെ ഹിഫ്ലാണ്. ഫത്തുലിബത്ത്, അപ്പൊ അത് മത്ലൂബായി. മിൻ കുല്ലിൻ ബി ഖുസൂസിഹി, ഓരോരുത്തരിൽ നിന്നിട്ടും അത് മത്ലൂബായി. യുഫറഖു ബൈനഹ എന്ന് പറഞ്ഞത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞത് സുന്നത്തു ഐൻ എന്നല്ല, ഇസ്തിആദത്ത്. ബൈനഹു ഇതുവരെ തഅവ്വുദ് എന്ന് പറഞ്ഞ ലമീർ മുദക്കറാക്കി പോന്ന, അവിടെ യുഫറഖു ബൈനഹ എന്ന പോലെ തുലിബത്ത് എന്നൊക്കെ പറഞ്ഞൊരു മുഅന്നസ് സങ്കല്പിക്കുക. ഇസ്തിആദത്ത് ഷർവാനി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇസ്തിആദത്ത് മത്ലൂബായി മിൻ കുല്ലിൻ ബി ഖുസൂസിഹി വബിഹി അദ്ഹറു അന്ന തസ്മിയത ഫിൽ വുളൂഇ സുന്നത്തു ഐനിൻ. അപ്പൊ അതുകൊണ്ട് എന്തും മനസ്സിലായി, ഓതോടുക്കുമ്പോ കൂട്ടത്തോടെ അവതിന്റെ അടുത്ത് നിന്ന് ഓതോടുക്കുക. ഒരാള് ബിസ്മില്ലേ മതിയോ? അതുപോരാ, എല്ലാരും ചെല്ലണം. പിന്നെ വയതഅവ്വദു കുല്ല റക്അത്തിൻ അലൽ മദ്ഹബി, ഇനി പറയുന്നത് ഓരോ റക്അത്തിലും പിന്നെന്താണ് അഊദ് ഓതല്, അത് വേണം. മദ്ഹബ് അനുസരിച്ച് ഓരോ റക്അത്തിലും ഓതണം. ലിഅന്ന ഫീ കുല്ലിൻ ഖിറാഅത്തൻ ജദീദത്തൻ, കാരണം ഓരോ റക്അത്തിലും പുതിയ ഖിറാഅത്ത് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വഹുവ തഅവ്വുദ് ആകുന്നത് ലഹ, ഖിറാഅത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, ഓരോ റക്അത്തിലും അഊദ് ഓതണം. ലാ ലിഫ്തിതാഹിഹ, നിസ്കാരം തുടങ്ങാൻ വേണ്ടിയുള്ളതല്ല, അത് ദുആഉൽ ഇഫ്തിതാഹാണ്, അത് ഓരോ റക്അത്തിലും ഇല്ല. വമിൻ സമ്മ സുന്ന ഫീ ഖിറാഅത്തി അൽ ഖിയാമി സാനി മിൻ കുല്ലി റക്അത്തൈ സ്വലാത്തിൽ കുസൂഫി, ഇതുകൊണ്ട് തന്നെ ഖിറാഅത്തിനുള്ളതായതുകൊണ്ട് തന്നെ തഅവ്വുദ് സുന്നത്തുണ്ട്. ഫീ ഖിറാഅത്തി അൽ ഖിയാമി സാനി, രണ്ടാമത്തെ ഖിയാമിന്റെ ഖിറാഅത്തിന് സുന്നത്തുണ്ട്. മിൻ കുല്ലിൻ മിൻ റക്അത്തൈ സ്വലാത്തിൽ കുസൂഫി, സലാത്തുൽ കുസൂഫ് ഗ്രഹണ നിസ്കാരത്തിന്റെ 2 റക്അത്തിൽ നിന്നുള്ള എല്ലാ രണ്ടാമത്തെ ഖിയാമിലും, മിൻ കുല്ലിൻ മിൻ റക്അത്തൈൻ, 2 റക്അത്തിൽ നിന്നുള്ള ഓരോ റക്അത്തിന്റെയും രണ്ടാമത്തെ ഖിയാമിൽ, അവിടെ ഈ രണ്ട് ഖിയാമുണ്ടല്ലോ, അതിലോ ഓതുന്നതിലും എന്ത് വേണം, തഅവ്വുദ് വേണം. വഇന്നമാലം യുഈദുഹു ലൗ സജദ, അപ്പോ തിലാവത്തിന്റെ സുജൂദിന്റെ ശേഷം അഊദ് ഓതണോ? തിലാവത്തിന്റെ ആയത്തോതി എന്നിട്ട് സുജൂദ് ചെയ്തു തിരിച്ചു വന്നു പിന്നെ ബിസ്മി അഊദും ബിസ്മിയൊക്കെ ഓതണോ? അത് വേണ്ട. അതാ വഇന്നമാലം യുഈദുഹു, ഈ തഅവ്വുദിനെ മടക്കുന്നില്ല, നേരെ മടക്കൽ സുന്നത്തില്ല എന്നർത്ഥം. ലൗ സജദ ലി തിലാവത്തിന് വേണ്ടി സുജൂദ് ചെയ്താൽ അതിന്റെ ശേഷം മടക്കണ്ട. കാരണം എന്താ? ലി ഖുർബിൽ ഫസ്ലി ഖരീബായതുകൊണ്ട്.
അപ്പോൾ മടക്കേണ്ടി വരെ ഫസ്ല് ബഈദ് തവീലാകുക, അല്ലെങ്കിൽ അജ്നബിയുമായി ജോലിയാകുക, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അജ്നബിയായിട്ട് ജോലിയായിട്ടില്ല, ഫസ്ല് തവീലും ആയിട്ടില്ല, അപ്പൊ മടക്കണ്ട. മിന്നു ഇതിന്ന് അഖദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നഹു ലാ യുഈദുൽ ബസ്മലത അയ്ദൻ, അഊദ് മടക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാരണത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഉഖിദ മിൻഹു എന്ന് പറഞ്ഞ തഅലീലിൽ നിന്ന് ഖുർബിൽ വസ്ലി എന്ന് പറഞ്ഞ പഠിച്ചിട്ടുണ്ട് അന്നഹു ലാ യുഈദുൽ ബസ്മലത അയ്ദൻ, ആ തിലാവത്തിന്റെ സുജൂദിന്റെ ശേഷം ബിസ്മിയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓതേണ്ട മടക്കേണ്ടതില്ല. അഴുതും ബിസ്മി മടക്കണ്ട. വൈങ്കാനത്തി സുന്നത്തുൽ ഇമൻ ഇബ്തദാ മിൻ അസ്നാഇ സൂറത്തിൻ, അണ്ട് ഏതവസ്ഥയിൽ സുന്നത്ത് ഒരാളിന് എങ്ങനത്തെ ഒരാളാണ് ഇബ്തദാവൻ തുടങ്ങി മിൻ അസ്നാഇ സൂറത്തിൻ, സൂറത്തിന്റെ ഇടയിൽ നിന്ന് തുടങ്ങി, അയാൾക്ക് എന്താണ് അയ്യുബസ്മില എന്നാണ് അതിന്റെ ഫായില്. ഇൻകാനത്തി സുന്നത്തു അയ്യുബസ്മില, ബിസ്മി അല്ലലാണ്. അപ്പൊ സൂറത്തിന്റെ ഇടയിൽ നിന്ന് ഓതുമ്പോഴും എന്താണ് ബിസ്മി അല്ലല സുന്നത്ത്. പക്ഷെ ഇവിടെ തിലാവത്തിന്റെ സുജൂദിന്റെ ശേഷം ആ ബിസ്മി അഴുതും സുന്നത്തില്ല തന്നെ. അതിന്റെ ഇടക്ക് അസിനാ സൂറത്തിൻ എന്ന് പറഞ്ഞെടുത്ത് മിൻ അസിനാ ഈ സൂറത്തിൻ ഐ ഗൈരി ബറാഅത്തിൻ, സൂറത്തുൽ ബറാഅത്ത് അല്ലാത്ത സൂറത്തിന്റെ ഇടയിൽ നിന്ന്, അതായത് സൂറത്ത് ബറാഅത്ത് തുടങ്ങുമ്പോ ബിസ്മി അല്ലൽ കറാഹത്താണ്, എന്നാൽ ഇടയിൽ നിന്നോ തുടങ്ങുമ്പോ കറാഹത്ത് ഉണ്ട് എന്നും ഇല്ല എന്നും അഭിപ്രായമുണ്ട് അല്ലെ. അപ്പൊ അത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കറാഹത്ത് ഉണ്ട് എന്നുള്ള അഭിപ്രായം. അതിന് തെളിവ് പറയാ. കമാ ഖാലഹുൽ ജാബരിയു വറദ്ദ ഖൗല സഖാവി ലാ ഫർഖ, ലാ ഫർഖ എന്ന് പറഞ്ഞ സഖാവിന്റെ ഖൗലിനെ റദ്ദും ചെയ്തിട്ടുണ്ട് ആര്, ജാബരി. അതായത് ഇടക്കുന്ന് തുടങ്ങുമ്പോ ബറാത്തിന്റെ ഇടക്കുന്നാണെങ്കിലും മറ്റുള്ള സൂറത്തിന്റെ ഇടക്കുന്നാണെങ്കിലും ബിസ്മി അല്ലണം എന്ന് ഇമാം സഖാവി പറഞ്ഞതിനെ റദ്ദ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് ഇമാം ജാബരി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഫർക്കാന്ന് കഴിഞ്ഞിട്ട് പിന്നെ അയ്യു ബസ്മില എന്ന് പറഞ്ഞത് കാനത്തി സുന്നത്തു എന്ന് പറഞ്ഞതിന്റെ ഖബറാവ, ഇൻകാനത്തി സുന്നത്തു അയ്യു ബസ്മില. ഇനി വക്ക സുജൂദി തിലാവത്തി, സുജൂദു തിലാവത്ത് പോലെയാണ് കുല്ലുമായ തഅല്ലഖു ഖിറാഅത്തി, ഖിറാഅത്തുമായി ബന്ധിക്കുന്ന എല്ലാം. അപ്പൊ ഖിറാഅത്തുമായി ബന്ധിക്കുന്ന ഏതൊരു കാര്യം ചെയ്താലും അതിന്റെ ശേഷം പിന്നെ അഴുതും ബിസ്മി മടക്കണ്ട. ബി ഖിലാഫി മായിദാ സക്കത്ത ഇഅറാദൻ, കണ്ടോ, ഇഅറാദായിട്ട്, അതായത് ഖിറാഅത്ത് നിർത്തുക എന്ന നിലയിൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു, എന്നാല് പിന്നെ തുടങ്ങുമ്പോ അഴുതും ബിസ്മിയും ചെല്ലണം. ഔ തക്കല്ലമ ബി അജ്നബിയിൻ, അല്ലെങ്കിൽ ഖിറാഅത്തുമായി ബന്ധിക്കാത്ത അജ്നബി സംസാരിച്ചു, ഇടക്കൊരു പോണെന്ന് ഞാൻ തിരക്കില പിന്നെ വിളിക്കുന്ന പറഞ്ഞ്, എന്നിട്ട് ബാക്കി ഓതുക, അപ്പൊ അഴുതും ബിസ്മി മടക്കണം. വൈൻ കല്ല ഉണ്ടോ, അത് വളരെ കലീലാണെങ്കിലും അജ്നബി. ഉൽഹിഖ ബിദാലിക ഇആദത്തു സിവാക്കി, ഇതിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട് സിവാക്ക് മടക്കലും. അപ്പൊ ഖിറാഅത്തിന് വേണ്ടി സിവാക്ക് സുന്നത്തുണ്ട്. ഇങ്ങനെ അജ്നബിയുമായി കുറഞ്ഞ് സംസാരിച്ചേ ഉള്ളൂ, ഒരു കലിമത്തേ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും പിന്നെ അഴുതും ബിസ്മി ചെല്ലണോ. അപ്പോ അല്ലെങ്കിൽ ഏറാൾ ചെയ്തു നിർത്തിവെച്ചു, പിന്നെ കുറച്ചുകൂടി ഓതാന്ന് വിചാരിച്ച്, ഇപ്പൊ നിർത്തുക എന്ന് വിചാരിച്ചിട്ട് എന്താ മുസഫാണ്ട് മടക്കിയതേ ഉള്ളൂ, അപ്പൊ തന്നെ എന്തായി, അല്ല കുറച്ചുകൂടി ഓതാന്ന് വിചാരിച്ച്, എന്നാൽ അഴുതും ബിസ്മിയും ചെല്ലണോ, സിവാക്കും ചെയ്യണോ, ഇതെല്ലാം സുന്നത്തുണ്ട്. വൽ ഊല ആക്കതു, എല്ലാ റക്അത്തിലും എന്താണ് സുന്നത്തുണ്ട്. ഒന്നാമത്തെ റക്അത്ത് ആക്കതാണ്, മിമ്മ ബഅദ, അതിന്റെ ശേഷമുള്ള റക്അത്തുകളെക്കാൾ മുഅക്കദാണ് എന്ത്, ഒന്നാമത്തെ റക്അത്തിൽ അഴുതോതുക എന്നുള്ളത്. പിന്നെ കാരണം ദാലിൽ ഇത്തിഫാഖ് അലാ നദ്ബിഹി ഫീഹാ, ഒന്നാമത്തെ റക്അത്തിൽ സുന്നത്തുണ്ട് എന്നുള്ളത് ഇത്തിഫാഖാണ്, അതുകൊണ്ട് അവിടെ മുഅക്കദായ സുന്നത്തുണ്ട് എന്നർത്ഥം. അപ്പൊ എല്ലാ റക്അത്തിലും വേണം എന്ന് പറഞ്ഞത് അലൽ മദ്ഹബി എന്നല്ലേ നേരത്തെ പറഞ്ഞത്, യതഅവ്വദു കുല്ല റക്അത്തിൻ അലൽ മദ്ഹബി. അപ്പൊ ഒന്നാമത്തേന്റെ ശേഷമുള്ള റക്അത്തിൽ വേണോ വേണ്ടേ എന്നുള്ള ഖിലാഫാണ് മദ്ഹബ് അനുസരിച്ച് നേരത്തെ പറഞ്ഞത്. ഒന്നാമത്തിൽ സുന്നത്തുണ്ട് എന്നുള്ളതിൽ ഇത്തിഫാഖാണ് എന്ന് ഇപ്പം പറഞ്ഞല്ലോ. ഇനി ഫാത്തിഹ തന്നെ ഓതണം എന്നാ പറയുന്നത്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.